PS-ന്റെ രാഷ്ട്രീയ നേതൃത്വം വളരാൻ തുടങ്ങിയിരിക്കുക. അതല്ലേ പാർട്ടി കാർ അയച്ച ആളെ വിളിപ്പിച്ചത്. നേതൃത്വം വളരും, പക്ഷെ നടുവനക്കാൻ വയ്യ. കണ്ണീ ചോരയില്ലാത്ത ഒരുത്തിന്റെ കയ്യിലാ ചെന്ന് പെട്ടത്. തന്റെ കൈക്ക് എന്ത് പറ്റി? പറഞ്ഞോണ്ട് തന്നെ അവിടെ കണ്ടില്ല. എന്നെ എങ്ങനെ കാണും? ഞാൻ ഒരു പോലീസുകാരന്റെ ബൂട്ട്സിന്റെ അടി കിടക്കല്ലായിരുന്നോ? PS-നെ തല്ലാൻ വന്ന ഒരു പോലീസുകാരന്റെ കുരളക്ക് ഞാൻ കയറി പിടിച്ചു. അല്ലെ അടി തലക്കൊണ്ടേനെ. ചെല്ല് മോളിലോട്ട്, എല്ലാരും കാത്തിരിക്കുക. അയ്യോ, ഹാർദമായ അഭിനന്ദനങ്ങൾ. പ്രകടനം ഗംഭീരമായിരുന്നു. ലാത്തി ചാർജ് ഒഴിച്ചാൽ. ഇരിക്കൂ. പ്രകടനം ഗംഭീരമായിരുന്നെങ്കിൽ ലാത്തി ചാർജ് അതിഗംഭീരമായിരുന്നു. എന്തുമാത്രം കവറേജാ പത്രങ്ങളിൽ കിട്ടിയത്? പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്താൻ ഒരു ധർണയെ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത ലെവലിലേക്ക് വളർന്നിരിക്കുകയാണ്. പോലീസുകാരടിച്ചു, എന്താ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അടിച്ചു. പ്രവർത്തകർ കടിയും കൊണ്ടു. രാഷ്ട്രീയപരമായി ഇതിനെ എങ്ങനെ മുതലെടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ 25 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയിൽ നിർത്തുവാ, തനിക്ക് എന്തോ പറയാണെന്ന് വെച്ചാൽ പറ. എനിക്ക് അവിടെ മുതൽ തുടങ്ങിയെങ്കിലേ എന്റെ ഈ പീസ് പറയാൻ പറ്റൂ. ആദ്യം കറുത്ത കണ്ണെടുത്ത് മാറ്റേ, എന്നെ നേരെ നോക്ക്, എന്നൊരു കാര്യം പറ. നിരാഹാരം കിടക്കണം. ഇരിക്കേ. സാധാരണ പറയുന്നത് മണ്ടത്തരമാണെങ്കിലും മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. ആര് കിടക്കും? എന്റെ അഭിപ്രായം നിങ്ങൾ മാനിക്കുമെങ്കിൽ PS തന്നെ കിടക്കണം. നീലകണ്ഠം പറഞ്ഞത് പോയിന്റാണ്. പാർട്ടി നേതൃത്വം യുവജന വിഭാഗത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം വ്യാപകമായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനത് തിരുത്തുകയാണ്. യുവജനങ്ങളുടെ പ്രിയങ്കരനായ PS ആണ് നിരാഹാരവ്രതം കിടക്കാൻ ഏറ്റവും പറ്റിയ ആൾ. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ. എന്താ ഇവിടെ നിൽക്കുന്നത്? ഇതെന്റെ വീടല്ലല്ലോ. ഈ മാസം വാടക കൊടുത്തതാണല്ലോ. വാടക കൊടുത്തോണ്ടായോ? ഇത് എന്റെ വീടാണെങ്കിൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വില വേണ്ടേ? സുഖേട്ടൻ എന്നോട് ചോദിക്കാൻ നിരാഹാരം കിടക്കാൻ ആരാ പറഞ്ഞത്? പ്രശ്നങ്ങളോടുള്ള വാവയുടെ വികാരപരമായ സമീപനം മാറ്റണം. ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന നെൽസൺ മണ്ടേലയ്ക്ക് വേണ്ടി ഭാര്യ വിന്നി മണ്ടേല 27 വർഷം കാത്തിരുന്നു. അത് വെച്ച് പോകുമ്പോൾ നീ എന്താ അനുഭവിച്ചു? നിസ്സാരമല്ലേ ഇതൊക്കെ? പാർട്ടിയിൽ എത്ര പ്രവർത്തകരുണ്ട്? എന്താ PS-നെ തന്നെ തിരഞ്ഞെടുത്തത്? പട്ടിണി അടക്കം വേറെ ആരും കിട്ടാത്തോണ്ട് അല്ല, എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ പാർട്ടിക്ക് എന്തോ ഉദ്ദേശമുണ്ട്. പാർട്ടിയിൽ ക്ലീൻ ഇമേജുള്ള ഒറ്റ വ്യക്തി ഞാനാ. ഇതെന്റെ വളർച്ചയുടെ തുടക്കമാണ്. നീ വാ വാ. പോലീസിന്റെ അടിയും കൊള്ളണം, പട്ടിണിയും കിടക്കണം. ഉണ്ണി എവിടെ പോയി? ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. പപ്പയുടെ മോനല്ലേ, സ്കൂളിൽ നിന്ന് ഒന്നും ബാഗ് എടുത്ത് എറിഞ്ഞു കളിക്കാനും പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാ പോരെ? രാത്രിയിൽ ആരും കാണാതെ വല്ല പഴവും റൊട്ടിയൊക്കെ കഴിച്ചൂടെ? 2-3 ദിവസം പട്ടിണി കിടന്നാൽ ചത്തുപോകായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ എന്നേ പാതിയായനെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 60% ആളുകളും ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. മതി മതി, ഞങ്ങൾ ആരും കാണാത്തൊരു രേഖ, ദാരിദ്ര്യരേഖ. മമ്മി, എന്തിനാ പാപ്പ റോഡിൽ കിടക്കുന്നത്? മോനെ, മോന്റെ പപ്പ ആരാന്നറിയാമോ? ഒരു രാഷ്ട്രീയ നേതാവാ. മഹാത്മാഗാന്ധിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ. നമ്മുടെ നാടിന് വേണ്ടിട്ടാ പപ്പ പട്ടിണി കിടക്കുന്നത്. ഇതൊരു കാര്യം മനുഷ്യ പറ്റില്ലാത്ത ഇടപാട്ടാ അച്ഛനെ കാണിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോ ഞാൻ എന്തീ കാണിക്കുന്നത്? എന്തിനാ പട്ടിണി കിടക്കുന്നേ? മോക്ഷത്തിനാണെന്ന് വിചാരിച്ചോ? PS പട്ടിണി കിടന്ന ആ പട്ടിണിക്ക് ഇന്നൊരു വിലയുണ്ട്. അതുകൊണ്ട് PS-ന്റെ പൊളിറ്റിക്കൽ മൈലേജ് കൂടും. നിങ്ങളൊക്കെ പട്ടിണി കിടന്ന ആരുമായിട്ട് അറിയാനും പോണില്ല, ഉള്ള ഗ്യാസും ഒക്കെ ഇളകി അങ്ങ് തീരും.
അല്ലേ ആശാന്? നിരാഹാരം കഴിഞ്ഞ് അവര് തിരിച്ചു വരുമ്പോ ആവേശം കൂടും. ഭക്ഷണത്തിനോടെ ആർത്തിയും കാണിക്കും. ഉടനെ ഒന്നും കൊടുക്കരുത്. കുറേച്ച തവണകളായിട്ടേ കൊടുക്കാം. ഒന്നോർത്ത ഞാൻ ഭാഗ്യവതിയാണ്. അച്ഛൻ നിരാഹാരം കിടക്കുന്നത് ഞാൻ കണ്ടു. മകൻ നിരാഹാരം കിടക്കുന്നത് കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? ഇതാരീ കിടന്ന് വെല്ലടിക്കണത്? നിരാഹാരം 5-ാം ദിവസം. ഗതികേട്. ഒരു ഈച്ചയും പൂച്ചയും പോലും അവിടെ ഇല്ല. പട്ടിണി കിടന്ന് വരട്ടി ചോറ് പിടിക്കാനുള്ള ഒരു ജന്മം. എല്ലാത്തിനും ഉണ്ട് ഒരു ബിസിനസ്, രാഷ്ട്രീയത്തിനും ഉണ്ട് ഒരു ബിസിനസ്. പക്ഷെ ഇയാൾക്കത് അറിഞ്ഞുകൂടാ. ഇത്രയും നരച്ചു കുറച്ചിട്ടും പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല. എന്റെ നിലയിലുള്ളതിനേക്കാളും നേരം നിങ്ങളുടെ നിലയിലുണ്ട്. നിങ്ങൾക്കത് കാണാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ വന്നത് എന്റെ മോളെ കാണാനാ. എന്നെ കാണാനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാ മതിയല്ലോ. രാഷ്ട്രീയ ഗർഭത്തിൽ പറഞ്ഞ ഒരുത്തന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. പലിശയുടെ പാതാളത്തിൽ നിന്ന് ഞാൻ എന്റെ മോനൊരു ബന്ധം ഉണ്ടാക്കാനും പാടില്ലായിരുന്നു. അയ്യോ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം പറ്റിയേ? കോളേജിൽ ലെക്ചറിന്റെ മരുമകളായിട്ട് കിട്ടിയില്ലേ? അത് പോരായിരിക്കും. അയ്യടാ, ആ ജോലി ആരാ വാങ്ങിച്ചു കൊടുത്തത്? രാഷ്ട്രീയ ഗർഭത്തിൽ പറഞ്ഞ എന്റെ മോനാ. കൂടുതൽ സംസാരിക്കണ്ട. അമ്മേ അമ്മേ എന്താ ഇത്? ഒന്നുമില്ല കുഞ്ഞെ, ഞാനും നിന്റെ അച്ഛനും കൂടെ കുറച്ച് കുശലം പറഞ്ഞതാ. അകത്തോട്ട് കയറി ഇരുന്നാട്ട്. എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? എനിക്കൊന്നും വേണ്ട. ആ, സ്വാതന്ത്ര്യം കൊണ്ട് അതൊക്കെ പറയും. മോള് പോയൊരു ചായ കുടി. പഞ്ചസാര കുറച്ചിട്ടാ മതി കേട്ടോ. എനിക്ക് നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും. അവൻ ഒന്നുകൂടി തെളിയാൻ കുറച്ചുകൂടെ സമയം എടുക്കേണ്ടി വരും. അവന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. അല്ല, എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തതായിട്ട് ഒന്നേ ഉള്ളൂ ഭാഗീരഥി അമ്മേ. നിങ്ങളുടെ മകൻ ഇതുവരെ എന്ത് നേടി? എന്തായാലും നേടിയെന്ന ഞാൻ നേടും. ലാത്തി ചാർജിനെ പറ്റി അന്വേഷണം നടത്തിയത് കൊണ്ട് മാത്രം പാർട്ടിക്ക് തൃപ്തിയില്ല. ആഭ്യന്തരമന്ത്രി കസേര ഒഴിയുന്നത് വരെ PS നിരാഹാരം കിടക്കണമെന്നാ പാർട്ടിയുടെ തീരുമാനം. അതാണ് ഞാൻ നേടിയത്. ലവ ഇറങ്ങണം. PS നിരാഹാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ബുദ്ധിയല്ല. ഇന്ന് 5-ാം ദിവസമാണ്. അവർ വഴങ്ങുന്ന മട്ടുമില്ല. പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്താൻ PS ഇങ്ങനെ നിരാഹാരം കിടന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നീലാണ്ടൻ രാജിവെക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കണ പ്രശ്നമില്ല. അന്വേഷണ കമ്മീഷൻ വരട്ടെ. വേണ്ട പീസ് ഞാൻ ഇടാം. താൻ ഇനി അങ്ങനെ ഉണ്ടാക്കണ്ട. ഇയാൾ ഭരിക്കണോ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിങ്ങൾ ഈ സംസ്കാരമില്ലാത്ത സംസാരം ഒഴിവാക്കണം. പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കണം, നീലാണ്ടന് വേണ്ടി പാർട്ടി ഇനി നിൽക്കുന്ന മഠയത്തരമാണ്. പാർട്ടിയുടെ പ്രസ്റ്റീജിന് വേണ്ടി നീലാണ്ടന് കുരുതി കൊടുക്കുക. 25 കൊല്ലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയത് ഇപ്പോഴാ. 5 കൊല്ലം പരിചയം ഞാൻ ഇറങ്ങൂ. നീലണ്ട, ഇരിക്കൂ. അവിടെ ഇരിക്കൂ. ഇറങ്ങിയിരിക്കേ. ശരി, നീലകണ്ഠൻ രാജിവെക്കുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമെങ്കിൽ രാജിവെക്കുന്നു എന്ന് കരുതുക. മന്ത്രിസ്ഥാനത്തേക്ക് മറ്റൊരാളെ നിർദ്ദേശിക്കാനും പാർട്ടിക്ക് കഴിയണമല്ലോ. അതാരായിരിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ കാലാകാലമായി അവഗണന അനുഭവിക്കുന്ന എന്റെ സമുദായത്തിന് വേണ്ടി വേണമെങ്കിൽ ആ ഭാരം ഞാൻ ചുമക്കാം. ഭാരം ചുമക്കാവുന്നു. അങ്ങനെ താൻ സമുദായത്തിന്റെ പേരും പറഞ്ഞ് മുതലെടുക്കാൻ നോക്കണ്ട. ചാക്കോച്ച, നമ്മുടേത് ഒരു മതേതര രാഷ്ട്രമാണ്. കഴിഞ്ഞ 6 അസംബ്ലികളിൽ തുടർച്ചയായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അല്ലാതെ എനിക്ക് മന്ത്രിയൊന്നും ആകണ്ടേ. പക്ഷേ എന്റെ നിയോജക മണ്ഡലത്തിന്റെ അന്തസ്സ് പാലിക്കാനെങ്കിലും തൽക്കാലം എനിക്കൊരു മന്ത്രിയായേ പറ്റൂ. ആ അന്തസ്സിനോട് എനിക്ക് യോജിപ്പില്ല. ആ അവഗണനയോട് എനിക്ക് യോജിപ്പില്ല. സൈലൻസ്, സൈലൻസ്. നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കണം. ഞാൻ മിസ്സസ് വത്സല സുകുമാരൻ. ഇത് ഞങ്ങളുടെ ഒരേ ഒരു കുഞ്ഞ്. നിങ്ങളിൽ ആര് വേണമെങ്കിലും മന്ത്രി ആയിക്കോളൂ, നാട് ഭരിച്ചോളൂ. പക്ഷേ എന്റെ ഭർത്താവ് റോഡിൽ കിടക്കുകയാണ്.
പാർട്ടിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ നിരാഹാരം എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. നിങ്ങളുടെ ഭാര്യമാരെക്കാളും പ്രതിസന്ധി നേരിടുന്നവളാണ് ഞാൻ. പക്ഷേ എനിക്ക് പാർട്ടിയോടൊന്ന് ചോദിക്കാനുണ്ട്. നാളെ എന്റെ ഭർത്താവ് പാർട്ടിക്ക് വേണ്ടി പട്ടിണി കിടന്ന് മരിച്ച ഈ കുഞ്ഞിന്റെ ഭാവി പാർട്ടി ഏറ്റെടുക്കുമോ? ഞങ്ങൾ കാര്യമായി പരിഗണിക്കാം. പരിഗണിക്കാം. ഈ വാക്ക് ഞാൻ എന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് ദിവസം കേൾക്കുന്നതാണ്. പരിഗണിച്ചാ പോരാ, എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം. എനിക്ക് വേണ്ടി പോലും എന്റെ സുഖേട്ടൻ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാറില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ 5 ദിവസമായി റോഡിൽ പട്ടിണി കിടക്കാണ്. സാർ, ഞാൻ സാറിന്റെ മകളാണെന്ന് കരുതുക. ഈ കുഞ്ഞ് സാറിന്റെ മകളുടെ കുഞ്ഞാണെന്ന് കരുതുക. എങ്കിൽ സാറിന് ഇത്ര ലാഘവമായി സംസാരിക്കാൻ കഴിയുമോ? ഇന്ന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനം ആയാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി അത്താഴം കഴിക്കാൻ എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാവണം.